അതെ, പോലീസ് ഒത്തു കളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാകുക. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്നാണല്ലോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി. അതാണിതിലും കൃത്യമായ നിലപാട് ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുന്നത്. അപ്പോൾ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെ എടുത്തത്. നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയും ഈ തെളിവുകളുടെ അഭാവമാണ് അതിന് കാരണമാവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണോ? അല്ല, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദിലീപ് പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൊന്നും ഇന്നിനും വലിയ പ്രസക്തിയില്ല. ക്രിമിനൽ പോലീസ്, അതാ ഞാൻ പറഞ്ഞ വലിയ പ്രസക്തിയില്ല. എല്ലാ ക്രിമിനലുകളെയും നേരിട്ടുകൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, പകൽ വെളിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അതിന് അപ്പീൽ പോവും. ഗവൺമെൻറ് അതിൻ്റെ ഒപ്പമാണ്, അതിജീവിതക്കൊപ്പമാണ്. അതിജീവിത ഇപ്പോൾ തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഞാൻ ഇപ്പം ആകെ വിശദീകരിച്ച് പറയാൻ സാധിക്കുന്നതല്ല. നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിജീവിത തൃപ്തിയല്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. അത് കണ്ടെത്തിയിട്ടില്ല. കാരണം ഇതുവരെ ചെയ്ത കുറച്ച് ആളുകളാണ്, ഈ കുറ്റം ചെയ്ത കുറച്ച് ആളുകളാണ്. ആർക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ ഗൗരവമുള്ള പ്രശ്നം. അതിലാണ് സംശയത്തിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ അത് തെളിയിക്കപ്പെടുക തന്നെ വേണം. അതിപ്പോൾ അതിജീവിതർക്ക് മാത്രമല്ല, കേരളീയ സമൂഹം തന്നെ അതാണ് ആഗ്രഹിക്കുന്നത്. തെളിയിക്കപ്പെടണമെന്ന് തന്നെയാണ്. അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊന്നും കാര്യമാക്കേണ്ടിയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടും എന്ന്. അത് ഇപ്പോഴും വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. അതാണ് നല്ല വിധി പ്രതീക്ഷിക്കുന്നുണ്ട്.